ജീവിതത്തിൽ നിങ്ങൾ എത്ര പ്രാവശ്യം പുതിയ തുടക്കം കുറിച്ചിട്ടുണ്ടാകും? നാളെ മുതൽ ഞാൻ മാറും, ജനുവരി 1 പുതിയ ഒരുപാട് ലക്ഷ്യങ്ങൾ, പുതിയ ഡയറി, പുതിയ പ്ലാനർ, ജിം മെമ്പർഷിപ്പ് എല്ലാം ഭയങ്കര ആവേശത്തോടു കൂടി തുടങ്ങുന്നു. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡയറി അടഞ്ഞു കിടക്കുന്നു, ജിം കാർഡ് പേഴ്സിൽ പൊടി പിടിച്ച് കിടക്കുന്നു, സ്വപ്നങ്ങൾ മാത്രം അവിടെ തന്നെ പഴയപടി ബാക്കി. ഇപ്പോൾ ഒറ്റ ചോദ്യം മാത്രം: നിങ്ങളാണോ തോൽക്കുന്നത്, അതോ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ തോൽപ്പിക്കുകയാണോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സത്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ ലക്ഷ്യം കാണുന്ന രീതിയും സ്വയം കാണുന്ന രീതിയും എന്നേക്കുമായി മാറും. പോയിന്റ് നമ്പർ 1: നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ശത്രുവല്ല. പലരും കരുതുന്നത് എനിക്ക് തീരെ ഡിസിപ്ലിൻ ഇല്ല, ഞാൻ ഭയങ്കര മടിയനാണ്. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ തകർക്കാനല്ല ശ്രമിക്കുന്നത്, അത് നിങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്ന കാലത്ത് ഓരോ പുതിയ സ്ഥലത്തും അപകടമായിരുന്നു, ഓരോ മാറ്റവും ഭീഷണിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ഇന്നും പറയുന്നത് പരിചിതമായ വഴിയിലാണ് സുരക്ഷ. അതുകൊണ്ടാണ് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പേടി, ജിമ്മിൽ പോകാൻ മടി, സ്റ്റേജിൽ കയറി സംസാരിക്കാൻ ഭയം. ബ്രെയിൻ വിജയത്തേക്കാൾ സുരക്ഷയാണ് പ്രധാനം. പോയിന്റ് നമ്പർ 2: ഡോപ്പമിൻ്റെ യഥാർത്ഥ കഥ. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു റീൽ ഇങ്ങനെ കാണാൻ തുടങ്ങിയാൽ എന്തുകൊണ്ട് 1 മണിക്കൂർ പോലും പോകുന്നത് അറിയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് ഈ മൊബൈൽ ഒന്ന് താഴെ എടുത്തു വെക്കാൻ പറ്റുന്നില്ല? കാരണം നിങ്ങളുടെ ബ്രെയിനിൽ ഒരു രാസവസ്തു പ്രവർത്തിക്കുന്നു, ഡോപ്പമൈൻ. ഡോപ്പമൈൻ ഹാപ്പി ഹോർമോൺ. ഡോപ്പമൈൻ പ്രധാനമായും പറയുന്നത് ഇത് വീണ്ടും ചെയ്യൂ, ഇവിടെ നിന്ന് എന്തോ കിട്ടും. അതുകൊണ്ടാണ് ഒരു നോട്ടിഫിക്കേഷൻ, ഒരു ലൈക്ക്, ഒരു പുതിയ മെസ്സേജ് ബ്രെയിനിൽ പ്രതീക്ഷ സൃഷ്ടിക്കുന്നത്. ആ ചെറിയ പ്രതിഫലങ്ങൾ ബ്രെയിനിനെ വീണ്ടും വീണ്ടും അതേ പ്രവൃത്തിയിലേക്ക് വലിക്കുന്നത്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ കമ്പനികൾ നിങ്ങളുടെ സമയത്തേക്കാൾ നിങ്ങളുടെ ഡോപ്പമിൻ സിസ്റ്റത്തിനായാണ് മത്സരിക്കുന്നത്. പോയിന്റ് നമ്പർ 3: വലിയ ലക്ഷ്യങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? ഇത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് കേട്ടോ. പലരും ഗോൾ സെറ്റിംഗ് ചെയ്യുന്നു. ഞാൻ 20 kg കുറയ്ക്കും, ഞാൻ എല്ലാ ദിവസവും 3 മണിക്കൂർ പഠിക്കും. പക്ഷേ ഇവയൊക്കെ ലക്ഷ്യങ്ങളാണ്. പക്ഷേ ബ്രെയിൻ വലിയ പ്രഖ്യാപനങ്ങളിൽ ജീവിക്കുന്നില്ല, അത് ദിവസേന ലഭിക്കുന്ന കുഞ്ഞു പ്രതിഫലങ്ങളിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഗോൾ സെറ്റിംഗ് മാത്രം പോരാ, ഗോൾ ഡിസൈൻ വേണം. ഗോൾ സെറ്റിംഗ് ചോദിക്കുന്നത് എനിക്ക് എവിടെയാണ് എത്തേണ്ടതെന്ന്. ഗോൾ ഡിസൈൻ ചോദിക്കുന്നത് എൻ്റെ ബ്രെയിൻ ഈ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന്. ഇനി നെക്സ്റ്റ് പോയിന്റ് നമ്പർ 4: ബ്രെയിനിൻ്റെ ഭാഷ. ബ്രെയിന് 3 കാര്യങ്ങളാണ് ഇഷ്ടം: റിവാർഡ്, റിപ്പീറ്റ്, റിട്ടേൺ. അതായത് പ്രതിഫലം ലഭിക്കുന്ന, ആവർത്തിക്കാൻ എളുപ്പമുള്ള, വീണ്ടും ചെയ്യാൻ സുഖമുള്ള കാര്യങ്ങൾ. 1 മണിക്കൂർ പഠിക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ റീൽ കാണുന്നത് എളുപ്പമാകുന്നത്. റീലുകൾ ഓരോ 20 സെക്കൻഡിലും ബ്രെയിനിന് ഒരു ചെറിയ സമ്മാനം നൽകുന്നു. പുസ്തകം അതിൻ്റെ പ്രതിഫലം വളരെ വൈകിയാണ് ലഭിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്: ഒരു യുവാവ് എല്ലാ വർഷവും ഒരു ലക്ഷ്യം എഴുതും. ഈ വർഷം ഞാൻ എൻ്റെ ശരീരഭാഗം കുറയ്ക്കും, ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യും. 2 ദിവസം പോകും, 3-ാം ദിവസം ഇന്ന് മഴയാണ്, 4-ാം ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, 5-ാം ദിവസം തിങ്കളാഴ്ച മുതൽ തുടങ്ങാം. 5 വർഷങ്ങൾ കഴിഞ്ഞു, ലക്ഷ്യം മാറിയില്ല, കലണ്ടർ മാത്രം മാറി. ഒരു ദിവസം ട്രെയിനർ അവനോട് പറഞ്ഞു, ജിമ്മിൽ 1 മണിക്കൂർ നിൽക്കണ്ട, വെറും 5 മിനിറ്റ് മാത്രം വരും. അവൻ ചിരിച്ചു. 5 മിനിറ്റ് കൊണ്ട് എന്ത് മാറ്റം? ട്രെയിനർ പറഞ്ഞു, നമുക്ക് ശരീരം മാറ്റേണ്ട, ആദ്യം 5 മിനിറ്റ് 10 മിനിറ്റായി, പിന്നെ 30 മിനിറ്റായി. മാസങ്ങൾക്ക് ശേഷം ജിം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി. കാരണം അവൻ ലക്ഷ്യം മാറ്റിയില്ല, അവൻ ശീലം രൂപകൽപ്പന ചെയ്തു. 6th പോയിന്റ്: നിങ്ങളുടെ പരിസരം നിങ്ങളെ ജയിക്കുകയാണ്. ഒരു ചോദ്യം: നിങ്ങൾക്ക് ചോക്ലേറ്റ് കഴിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടാണോ? അത് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നമല്ല. ചോക്ലേറ്റ് നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലുണ്ടെങ്കിൽ ബ്രെയിൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഇൻറ്റൻഷൻ മാത്രം പോരാ, നിങ്ങളുടെ എൻവയോൺമെൻറ്റും നിങ്ങളെ സഹായിക്കണം.
പുസ്തകം വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പുസ്തകം മേശപ്പുറത്ത് തന്നെ വയ്ക്കുക. മൊബൈൽ മറ്റൊരു റൂമിൽ വെക്കുക. രാവിലെ നടക്കാൻ പോകണമെങ്കിൽ രാത്രി തന്നെ ഷൂസ് എടുത്ത് ഡോറിൻ്റെ അടുത്ത് വെക്കുക. നല്ല ശീലങ്ങളെ എളുപ്പമാക്കൂ, ചീത്ത ശീലങ്ങളെ ബുദ്ധിമുട്ടാക്കൂ. അതാണ് ബിഹേവിയർ ഡിസൈൻ. നെക്സ്റ്റ് പോയിന്റ്, ചെറിയ വിജയങ്ങളുടെ ശക്തി. നിങ്ങളുടെ ബ്രെയിൻ ഒറ്റ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്: ഇന്ന് എനിക്ക് ജയിച്ചു എന്നൊരു അനുഭവം കിട്ടുമോ? അത് വലിയ വിജയമാകണമെന്നില്ല. ഒരു 10 മിനിറ്റ് നടന്നോ, അതാണ് വിജയം. ഒരു 2 പേജ് വായിച്ചോ, അതാണ് വിജയം. 5 മിനിറ്റ് ധ്യാനത്തിലിരുന്നോ, അതാണ് വിജയം. ബ്രെയിനിനോട് പറയൂ എന്നിട്ട്, ഇത് ഞാൻ വീണ്ടും ചെയ്യാം. 8th പോയിന്റ്, നിങ്ങൾക്ക് വേണ്ടത് മോട്ടിവേഷൻ അല്ല. പലരും മോട്ടിവേഷൻ തേടുന്നു. ആക്ച്വലി മോട്ടിവേഷൻ ഒരു വികാരമാണ്. വികാരങ്ങൾ വരും പോകും. പക്ഷെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും മോട്ടിവേഷൻ വേണ്ട. പല്ലേക്കാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണോ? അതുപോലെ തന്നെ നല്ല ശീലങ്ങൾക്ക് മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. ശീലം രൂപപ്പെട്ടാൽ ബ്രെയിൻ തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിന്തിക്കും. നിങ്ങൾ ഉപേക്ഷിച്ച എല്ലാ സ്വപ്നങ്ങൾ ഇന്നും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഭാഷ പഠിച്ചിട്ടില്ല, അത്രമാത്രം. ഇന്നു മുതൽ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നിർത്തൂ. ചെറിയ ശീലങ്ങൾ തുടങ്ങൂ. ദിവസേന ആവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ പിന്തുടരൂ. ഓർക്കുക, നിങ്ങളുടെ ഭാവി ഒരൊറ്റ വലിയ തീരുമാനത്തിലല്ല നിർമ്മിക്കപ്പെടുന്നത്. ഓരോ ദിവസവും നിങ്ങൾ ആവർത്തിക്കുന്ന ചെറിയ തീരുമാനങ്ങളിലൂടെയാണ് അത് നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നാളെ ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ ശീലം തീരുമാനിക്കും. കാരണം ബ്രെയിൻ സ്വപ്നങ്ങളെ പിന്തുടരുന്നില്ല, ആവർത്തിക്കാൻ എളുപ്പമുള്ള ശീലങ്ങളെയാണ് പിന്തുടരുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ബ്രെയിനിനെ നിർബന്ധിക്കരുത്. നിങ്ങളുടെ ശീലങ്ങളെ പ്രണയിക്കാൻ ബ്രെയിനിനെ പഠിപ്പിക്കും. അപ്പോൾ വിജയം നിങ്ങളെ തേടി വരും. താങ്ക് യു.